ഹായ് എവരി വൺ, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഒരു ഫെയറി ടെയിൽ വില്ലേജിലേക്കാണ്. സ്വിറ്റ്സർലാൻഡിലെ ഇന്റർലാക്കനിലെ ഒരു കൊച്ചു ഗ്രാമം. ഇവിടെ ഇരുന്നാൽ മതി, സമയം അങ്ങനെ നിൽക്കട്ടെ എന്ന് തോന്നും. കം, ലെറ്റ്സ് എക്സ്പ്ലോർ ഐസൽറ്റ് വാൾഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ വന്നപ്പോൾ ഇന്റർലാക്കനിലെ ലോയ്റ്റബ്രുണനിലാണ് ഞങ്ങൾ പോയത്. അന്ന് വന്ന സമയത്ത് നമുക്ക് ഈ ഐസൽ വോൾട്ട് കവർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നു നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കവർ ചെയ്യണം എന്നുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം കാണാനായിട്ട്. നമുക്ക് സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലേക്കൊരു വ്യൂ വരുമല്ലോ. എന്താ പറയുക, നിറയെ പൂക്കൾ, താഴ്വാരങ്ങൾ, വുഡൻ ഹൗസസ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലേക്ക് വരിക. എൻ്റെ മനസ്സിലേക്ക് ഇതൊക്കെയാണ് കേട്ടോ വരണത്. എനിക്ക് ഇതൊക്കെ അവിടെ കാണാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ടൈം പോയപ്പോഴൊന്നും അങ്ങനെ ഒരു വില്ലേജിൽ കൂടെ ഉള്ള ഒരു വാക്കൊന്നും നമുക്ക് പോസിബിൾ അല്ലായിരുന്നു. ഇത്തവണ പോയപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തു. അങ്ങനെ കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ് ഐസൽ വാൾഡ്. ട്രൂലി മാജിക്കൽ. നമ്മൾ ആ വില്ലേജിന്റെ നടുവിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിൽ കാണുന്നത് അവിടുത്തെ ലേക്കാണ്, ബ്രിയൻസ് ലേക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനൊക്കെ ആയിട്ട്. നീല തടാകമാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് നിറയെ മലകളാണ്. അതും വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആ ലേക്കിന്റെ എതിർവശത്ത് നിൽക്കുന്ന കുറേ മലകളുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ ആ വെള്ളത്തിൽ കണ്ടാൽ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും. ജസ്റ്റ് വൗ. ഇത് ഞാൻ ചുമ്മാ പറയണതല്ല കേട്ടോ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ആ ലേക്കിന്റെ സൈഡിൽ കൂടെ നമുക്ക് നടക്കുമ്പോൾ ഒരു കാഴ്ച കാണാം. ഒരു ചെറിയ ദ്വീപ്. അവിടെ പണ്ട് കാലത്ത് അവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇന്ന് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ ഇനി ഒരു ഫെയറി ടെയിൽ പാലസ് പോലെ തന്നെയാണ് അത് തോന്നുന്നത്. അത് കാണാൻ ഭയങ്കര രസമാണ്. മലകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഈ ഐസൽ വോൾട്ട് കാണാൻ ചെന്ന ദിവസം അവിടെ അധികം തിരക്കോ ആൾക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു സ്ട്രീറ്റിൽ ഞങ്ങൾ മാത്രമായിരുന്നു അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. റീൽസ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. അതിന്റെ സൈഡിൽ കൂടെ പിന്നെ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വേറെ കുറെ കാഴ്ചകളുണ്ട്. കയാക്കിംഗ് പോലെയുള്ള കുറെ കാര്യങ്ങൾ ആൾക്കാർ അവിടെ ആ ലേക്കിൽ ചെയ്യുന്നുണ്ട്. അത് വളരെ രസമാണ് അത് കാണാനായിട്ട്. പിന്നെ അതുപോലെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമുക്ക് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്കൊരു വിഷ്വൽ വരും. വുഡൻ ഹൗസസ്, അങ്ങനെയുള്ള അവരുടെ ആ ഒരു ട്രഡീഷണൽ സ്വിസ് ഹൗസുകൾ. അത് കണ്ടാലും ഒരു ഫെയറി ടെയിൽ വൈബാണ്. അതിൽ ചെറിയ ബാൽക്കണികൾ, നിറയെ പൂക്കള്, ആ ഒരു കുഞ്ഞു ഗ്രാമത്തിന്റെ ഒരു റിയൽ ചാമാണ് അതിൽ കാണിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് പോരാൻ നേരത്ത് മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ പാരന്റ്സ് നാട്ടിൽ നിന്ന് വരുമ്പോൾ അവരെ എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്കും നാട്ടിൽ നിന്ന് പാരന്റ്സിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ പറയുള്ളൂ. ഇന്റർലാക്കലിൽ വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞാനിത് പറയും. ഇതൊക്കെയാണ് ഞാൻ ഇവിടെ കണ്ട കാഴ്ചകൾ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെയും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചു.